Hello guys, Toke and Toke മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫരീദ് ഇബ്രാഹിം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എന്ത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീടിന് ചുറ്റും നടന്നപ്പോഴാണ് അടുക്കളയിൽ 2 വാഴക്കുടപ്പ ഇരിക്കണത്. ഇന്നലെ അപ്പുറത്തെ വീട്ടിൽ ഇട്ടാ തന്നതാണ്. ഇതൊന്നും ചോദിക്കാതിരുന്നില്ല, അങ്ങനെ എടുത്ത് പടച്ചു. വാഴക്കുടപ്പ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ വാഴക്കുലയുടെ തുമ്പത്ത് തൂങ്ങി കിടക്കുന്ന സാധനം. സംഭവം കാണാൻ പോലെ നല്ല അടിപൊളി ടേസ്റ്റാണ് തോരൻ വച്ച. അപ്പം ഇന്ന് നമുക്ക് ആ വാഴക്കുടപ്പിന് എങ്ങനെ തോരൻ വയ്ക്കണമെന്ന് നമുക്ക് കാണാം. ഇതാണ് നമുക്ക് കിട്ടിയ 2 വാഴക്കുടപ്പൻ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റും പുറമുള്ള എല്ലാ തൊണ്ടും പൊളിച്ച് ഒരു വൈറ്റ് ഷെയ്ഡ്, അത്യാവശ്യം വൈറ്റ് ഷെയ്ഡ് വരുന്നവരെ ഒന്ന് പൊളിച്ചെടുക്കണം. ഇത് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ്. അതുപോലെ തന്നെ നല്ല കറയാണ്. ലാസ്റ്റ് കയ്യിലൊക്കെ നല്ല കറയായിരുന്നു. സോപ്പിട്ടൊക്കെ തേച്ചുരുമിയാണ് കളഞ്ഞത്. ഇപ്പം എടുത്തില്ലേ, അതിൽ ഞാൻ തേനുണ്ടെന്ന് ഓർത്തെടുത്തതാണ്. അങ്ങനെ പൊളിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കിയപ്പോൾ അത് തേനില്ല, ഭയങ്കര കയ്പ്പ്. വാഴക്കുലയിലൊക്കെ തൂങ്ങി കിടക്കുമ്പോൾ 10 അന്നയ്ക്ക് പൊളിഞ്ഞു വരും. അപ്പോൾ അതിൽ നിന്ന് പറിച്ചെടുത്ത് ഞാനിപ്പോൾ ചെയ്ത പോലെ പൊളിച്ച് കുടിച്ചു നോക്കിയാൽ നല്ല തേനുണ്ടാവും. നല്ല ടേസ്റ്റാണ്. പഴയ കാലത്തെ ഓർമ്മകളൊക്കെയാണ് അതൊക്കെ. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ കട്ട് ചെയ്യണം. ഇങ്ങനെ കൊത്തി കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. സംഭവം ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കാൻ നല്ല രസമാണ്. ലാസ്റ്റ് കയ്യിൽ കറ തേച്ച് കളയാൻ കുറച്ച് പാടുള്ളൂ. അങ്ങനെ 2 എണ്ണവും കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അവസാനം വരെ കൊത്തിയെടുക്കണ്ട, ലാസ്റ്റ് തീരാറാന്ന് വെച്ചാൽ കുറച്ച് നീളം വരുമ്പോഴത്തേക്ക് എടുത്ത് കളഞ്ഞേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ നമ്മൾ 2 കയ്യിലും പരട്ടിയിട്ട് അത് വാഴക്കുടപ്പന് നമ്മൾ ചെത്തിയെടുത്തില്ലേ അതിലൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാന്ന് വെച്ചാൽ 2 കൈയും തേച്ച് അതൊന്ന് മസാജ് ചെയ്ത് പയ്യൊന്ന് മസാജ് ചെയ്തെടുക്കണം. നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് മൊത്തം മാറ്റണം. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഊറ്റിയിട്ട് അതിലേക്ക് കുറച്ച് പൊടിയുപ്പ് ഇട്ട് അടച്ച് വെച്ചിട്ട് 2 വിസിലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ കുക്കറിൻ്റെ വിസിലടിക്കുന്ന കേൾക്കുമ്പോഴും വിസിലടിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോഴും എപ്പോഴും ഓർമ്മ പറയണത് ഉമ്മച്ചി പണ്ടൊരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് അതിന് സമയം കിട്ടുമ്പോൾ പറയാം കേട്ടോ. വലിയ തമാശയായിട്ടുള്ള സ്റ്റോറി ഒന്നുമല്ല, എങ്കിലും ഒരു രസമായിട്ടുള്ള സ്റ്റോറിയാണ്. സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പിടാണ്ടാണ് കുക്കർ അടിച്ച് അടുപ്പത്ത് വെച്ചത്. അതിൻ്റെ പിന്നെ എടുത്ത് ഇറക്കി വെച്ചത് ഉപ്പിട്ടതാണ്. ഇനി കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ചിട്ട് 2 വിസിലടയ്ക്കാൻ വേണ്ടി കാത്തിരിക്കണം. നമ്മുടെ കുക്കർ വിസിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാണ്ട് 4 ചുവന്നുളകും 4 ചുവന്നുള്ളിയും പിന്നെ 2 വെളുത്തുള്ളിയുടെ 2 ചുള എടുത്താൽ മതി. അടുത്ത് മിക്സിയിലിട്ട് അടിച്ച് എടുക്കുക. ഞാൻ എൻ്റെ വീഡിയോ എടുത്തായിരുന്നു, പിന്നെ നോക്കിയപ്പോൾ വീഡിയോ കണ്ടില്ല. ഇനിയിപ്പോൾ ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ മറ്റേ ബാലൻസുള്ള വെള്ളം പൊങ്ങൂലേ, പതഞ്ഞു പൊങ്ങും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാനതേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഊറ്റുക. വെളിച്ചെണ്ണ ഊറ്റിയിട്ട് കടുക് ഇട്ടിട്ട് വറുത്തെടുക്കണം. കടുകിട്ട് മൂപ്പിച്ചെടുക്കണം. കടുക് മുറിച്ച് കയ്യിലേക്ക് എടുത്ത് തന്നിപ്പോൾ പറഞ്ഞത് നിലത്ത് അടിച്ച വീട്ടിൽ വഴക്കുണ്ടാക്കും എന്നാണ് പറയണത്. സംഭവം ശരിയാണെന്ന് പറയാൻ പാടില്ല. നിലത്ത് ചാടാണ്ട് സൂക്ഷിച്ചാണ് കയ്യിലൊക്കെ പിടിച്ചേക്കണത്. കടുകിട്ട് നോപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലാന്നോ, അരച്ച് ചേർന്ന് ചുവന്നുളകും ചുവന്ന വെളുത്തുള്ളിയും പിന്നെ വെളുത്തുള്ളിയും ചുവന്ന ഉള്ളി. ട്യൂട്ടർ അടുത്തേക്കണതുകൊണ്ട് സാധനം കൊളാവും എന്നുള്ള പേടിയില്ല. അടുത്ത് ഉമ്മച്ചി കണ്ട ഉമ്മച്ചിയാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി ഇടണം. അതിൻ്റെ ഒപ്പം എരിവ് പാകത്തിനാണെങ്കിൽ മുളക് പൊടി ഇടണ്ട.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മുളക് പൊടി ഇടാം, എരിവിനനുസരിച്ച്. പിന്നെ ഇതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇടുന്നത് നമ്മൾ തേങ്ങയാണ്. തേങ്ങ അതിനകത്ത് ഇടണം. തേങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല മിക്സ് ചെയ്തെടുക്കണം. and മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണം, അതായത് പുഴുങ്ങി വെച്ചേക്കണ വാഴക്കുടപ്പനകത്തേക്ക് ആഡ് ചെയ്യാം. ഈ ആഡ് ചെയ്യുമ്പോൾ ഇതിൽ ഉപ്പ് പറ്റിയില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ തുടക്കത്തിൽ പൊളിച്ച വെള്ളം കാണിച്ചില്ലായിരുന്നോ? അത്യാവശ്യം വൈറ്റ് കളറ് വന്നവരും പൊളിച്ച് കളയുക, അല്ലെങ്കിൽ കുറച്ച് കയ്പ്പുണ്ടാവും. എനിക്ക് കുറച്ച് കയ്പ്പ് തോന്നി അവസാനമായപ്പോൾ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വേവിച്ച് ചേർന്ന പയറെടുത്ത് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പയർ ആഡ് ചെയ്താൽ നമുക്ക് ഒന്നുകൂടെ കുറയ്ക്കാവുന്നതാണ് അതിൻ്റെ കയ്പ്പ്. സാധാരണ ഇത് തോരൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് പയർ ആഡ് ചെയ്യാണ്ടാണ് ഇഷ്ടം. പയർ ആഡ് ചെയ്യുന്നവരുണ്ട്. പയർ ആഡ് ചെയ്യുന്ന ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അടുപ്പത്ത് ഇട്ടിട്ട് പോകരുത്. നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അടി പിടിക്കാണ്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കളർ മാറണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ലോണം കളർ മാറും ആദ്യം ഇട്ടതിനേക്കാളും. നല്ലോണം കളറൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഇനി പയർ ആഡ് ചെയ്യാൻ പോവാണ്. ആരും തോരൻ്റെ കളർ കണ്ട് കരിഞ്ഞു പോയതെന്ന് ഓർക്കരുത്. അത് കരിഞ്ഞു പോയതൊന്നുമല്ല, എൻ്റെ കളർ എങ്ങനെയാണ് അവസാനം വെന്ത് ചെയ്യുമ്പോൾ വന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നീ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ വേണം. സോ അതിനുവേണ്ടി ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തി വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു, അതും കൂട്ടി കഴിക്കാമെന്നാണ് ഓർത്തിരിക്കുന്നത്. കൈ കിട്ടിയ ചട്ടി എടുത്ത് അടപ്പത്ത് വെച്ചു. ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തിയാണ്. പാക്കറ്റ് ചപ്പാത്തി പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ടു. ചപ്പാത്തി ഒന്നും കരിഞ്ഞു പോയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രാത്രിത്തേക്ക് ഉമ്മച്ചി പൊരിച്ച് ചെറുത മീനാണ്. ഉമ്മച്ചി കാണാണ്ട് പയ്യെ പൊക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോഴാണ് ഉമ്മച്ചി അറിയുള്ളത്. സംഭവം നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഗൈസ്, നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സീ യു ലേറ്റർ.